US ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നു. പിൻസീറ്റിലിരുന്ന് നിയന്ത്രിക്കലായിരുന്നു ഇതുവരെ. യമനിൽ ആക്രമണം നടത്തിക്കൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ US വരവറിയിച്ചത്. അതിനിടയിൽ ഇറാനെതിരെയും US പ്രസിഡന്റ് ട്രംപ് ഭീഷണി മുഴക്കി. അതോടെ ഇറാനും പ്രകോപിതരായിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ US ബ്രിട്ടൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇറാൻ. ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പിന് മറുപടിയായാണ് ഇറാന്റെ ഈ ഭീഷണി. ഇറാൻ ആണവ കരാറിൽ ഒപ്പുവയ്ക്കുന്നതിൽ വിസമ്മതിച്ചാൽ വിനാശകരമായ തിരിച്ചടി അനുഭവിക്കേണ്ടി വരുമെന്നായിരുന്നു ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. 2015 മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഭരണകാലത്ത് ഇറാനുമായി നടത്തിയ ആണവ കരാറിൽ നിന്ന് 2018 അമേരിക്ക പിന്മാറി. ട്രംപിന്റെ ഭരണകാലത്തായിരുന്നു ഈ പിന്മാറ്റം. ഇതോടെ US ഇറാൻ ബന്ധം തകർന്നു. അമേരിക്കയുടെ പിന്മാറ്റം ഇറാനെ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചു. തുടർന്ന് സ്വന്തം നിലയിൽ ആണവ പദ്ധതികളുമായി ഇറാൻ മുന്നോട്ട് പോവുകയും ചെയ്തു. ദ്രുതഗതിയിലാണ് ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. US-നും സഖ്യരാജ്യങ്ങൾക്കും ഇത് ആശങ്ക ഉയർത്തുന്ന വാർത്തയാണ്. തുടർന്നാണ് ഭീഷണിയുമായി ട്രംപ് മുന്നോട്ട് പോയത്. ഇറാൻ ഒരു കരാറിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ മുന്നറിയിപ്പുകളിൽ മാത്രം ഒതുങ്ങില്ല, മറിച്ച് ചരിത്രത്തിൽ ഇനിയൊരു സുപ്രധാന അധ്യായം എഴുതപ്പെടുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിക്ക് ഒരു കത്തും അയച്ചതായും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ട്രംപിന്റെ മുന്നറിയിപ്പ് വന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഇറാന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഡെയിലി ടെലിഗ്രാഫിനോട് പറഞ്ഞത്, അമേരിക്ക ഇറാനെതിരായി ആക്രമണം നടത്തുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നായിരുന്നു. ഇറാൻ സ്റ്റേറ്റ് മീഡിയയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡീഗോ ഗാർസിയ ദ്വീപ് ഇന്ത്യൻ മഹാസമുദ്ര ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചാഗോസ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്. ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്ന ദ്വീപ് US സേനയ്ക്ക് തന്ത്രപ്രധാന കേന്ദ്രമാണ്. അമേരിക്കയുടെ ദീർഘദൂര ബോംബർ വിമാനങ്ങളടക്കം നിർണായക ആയുധങ്ങൾ ഈ സൈനിക താവളത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭീഷണി ആഗോളതലത്തിൽ ഭീതി പരത്തുകയാണ്. ഇറാൻ ഉപയോഗിക്കുമെന്ന് പറയുന്ന ഖൊറാം ഷഹർ മിസൈലുകളും ഷാഹദ് ഡ്രോണുകളും അതിശക്തമായ വിനാശം ഉണ്ടാക്കാൻ പോകുന്നവയാണ്. ഡീഗോ ഗാർസിയയിൽ ഒരു ആക്രമണം നടന്നാൽ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ കരുതുന്നു. US-ന്റെ മറ്റ് സൈനിക സാന്നിധ്യങ്ങൾ, പ്രത്യേകിച്ച് ബഹ്റൈനിലെ നാവിക താവളങ്ങൾ ഇറാന്റെ ആക്രമണ സാധ്യതയിലുള്ള ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇറാൻ അവരുടെ ഭീഷണി നടപ്പിലാക്കിയാൽ അതൊരു പുതിയ യുദ്ധത്തിന്റെ തുടക്കമായി മാറും.